മരിച്ചപ്പോ തലയിലാവുന്ന കരുതി സ്വന്തം കുടുംബക്കാർ പോലെ ഇട്ടെറിഞ്ഞു പോയതാ നമ്മളെ. എങ്ങനെയൊക്കെ ഇവിടം വരെ എത്തി. ഇനി ആ വീടിന്റെ കടം കൂടി തീർത്തിട്ട് വേണം നിന്നെ കെട്ടിച്ചയക്കാൻ. എന്തിനാ അതൊക്കെ ഇപ്പൊ പറയണേ? ഒരിക്കലും ഈ എത്തിയെ പോലെ ആവരുത്. നീ ഇങ്ങനെ രക്ഷപ്പെടണം. ആ ഗ്ലാസിങ് എടുത്തു തരുമോ? എന്താ ഇത്? എന്തിനാ ഇത്? ആവശ്യമുണ്ട്. എന്താ ഇത്? മൂട്ടവിഷം. എന്റെ റബ്ബേ, എന്തിനാ ഇപ്പൊ മൂട്ടവിഷം? മൂട്ടയെ കൊല്ലാൻ. അതിനീ പോരയിലെ മൂട്ടയില്ലല്ലോ. എന്റെ പടച്ചോനെ, വല്ല ഇബിലിസോ ജിന്നോ എന്റെ മോളുടെ മേത്ത് കൂടിയാ. നിന്നോട് ആരാ പറഞ്ഞു ഇതൊക്കെ ചെന്ന് പറയാൻ? എന്താ മോളെ ഇത്? ഓള് ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നോ എന്റെ പേടി. എത്ര നേരം ഒന്ന് വെച്ചിട്ടാ കാവലിരിക്കുക? പിന്നിപ്പോ എന്താ ചെയ്യുക? അരുതാത്ത ബന്ധത്തിന് സമ്മതം മൂളാനോ? ഓളിപ്പോ എന്തെടുക്കുക? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കുവാണാ? അതിലിനി വിഷം കലർത്തിയിട്ടുണ്ടാ? അത് ഞാൻ പരീക്ഷിച്ചു. എങ്ങനെ? അതിന്ന് കുറച്ചെടുത്ത് ആദ്യം മൂസൂട്ടിക്ക് കൊടുത്തു. വിഷം പരീക്ഷിക്കാനാണ് നമ്മളെ പാലൂട്ടി തീറ്റിച്ചത്. വിഷം അകത്ത് എന്നാലും ചാവാത്ത ചെയ്താനായത് വിശ്വസിച്ചൂടാ. ഹലോ, അവിടെ സ്ഥിതിഗതികൾ എങ്ങനെയുണ്ട്? വല്യമ്മയും കുഞ്ഞുമ്മയും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഏറ്റു. ആഹാ, ഇവിടെ ചീറ്റി. പക്ഷേ ഇതിന്നൊരു സത്യം എനിക്ക് മനസ്സിലായി. എന്താ അത്? അച്ഛൻ 100% എന്റെ അച്ഛൻ തന്നെയാ. ഒരു കലർപ്പുമില്ല. എന്റെ തങ്കപ്പേട്ട, മനുഷ്യന്റെ സ്ഥിതിയല്ലേ തങ്കപ്പേട്ട. നമുക്കിനി എന്നും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. മരണത്തിന്റെ അവസരമല്ലേ തങ്കപ്പേട്ട. വിധി വന്നിങ്ങനെ മുമ്പിൽ നിന്നാ നമുക്കെന്ത് പറയാൻ പറ്റും തമ്പക്കേട്ട? അല്ല തങ്കപ്പേട്ട. തങ്കപ്പേട്ടനോ? അതെ, വേറൊന്നുമല്ല. എന്റെ തങ്കപ്പേട്ട, ഒരു പക്ഷേ നമ്മൾ തമ്മിലുള്ള ഒരു അവസാന ഫോൺ വിളിയായിരിക്കും ഇത്. ആത്മഹത്യ ചെയ്യാൻ ആരുടെ ഔദാര്യമൊന്നും നമുക്ക് ആവശ്യമില്ല തങ്കപ്പേട്ട. ഉണ്ടോ തങ്കപ്പേട്ട? എന്താ തങ്കപ്പേട്ട? എന്താ ജസ്റ്റ് എ മിനിറ്റ്. എന്താ ഇത്? കണ്ണൻ കെയർ ഓഫ് മാധവ് നായർ. അയ്യേ, ഇതെന്റെ അഡ്രസ് അല്ലേ? അതെ. എന്തിനത്? എടാ, മനുഷ്യന്റെ കാര്യമല്ലേ. ആത്മഹത്യ സംഭവിക്കുന്നത് വഴി വെച്ചെങ്ങാനും ആണെങ്കിൽ ഡെഡ് ബോഡി കൃത്യമായി വീട്ടിലെത്തണമല്ലോ. എപ്പോഴും പോക്കറ്റ് വെച്ചു. തങ്കപ്പേട്ട സംസാരിച്ചോ? തങ്കപ്പേട്ട, അതും ചീറ്റി. വലിയ സൂത്രക്കാരിയായി പോയി അല്ലേ? വളർന്നു, നമ്മുടെ മോൾ ഒരുപാട് വളർന്നു. ഈ മാമന്മാരെയും പെറ്റുമ്മയും കോമാളികളാക്കുന്ന പാകത്തിൽ നീ വളർന്നു. പേടിപ്പിച്ച കാര്യം നടക്കുന്നു. ഓൻ എന്നെ ഉപദേശിച്ചു അല്ലേ? ഇങ്ങനെ കള്ളം കാണിക്കാൻ നീ എവിടുന്ന് പഠിച്ചു? മിണ്ടിപ്പോകരുത്. നിന്റെ നെഞ്ചിൽ ജീവനുള്ളിടത്തോളം കാലം നിന്റെ മനസ്സിലെ മോഹം നടക്കില്ല. നടക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇക്കാതിനെ ഓടം വെക്കിട്ട് കയറണത് ഈ പുലിവാലിനെല്ലാം കാരണം കള്ള ഹിമാറല്ലേ. ഓനിട്ട് 2 പടപടക്കണം. ശരിയാ, ആ ചെക്കനെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചാലേ ഈ പ്രശ്നം തീരുള്ളൂ. തീർക്കാം. ഇപ്പോ ഈ നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാം. പാടാ എല്ലാം ആലോചിച്ചിട്ട് പോരെ, വെറുതെ എടുത്തിയാർന്നോ? അനക്കിതിൽ കാര്യമില്ല. ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. ഈ ആരാടാ ഇതൊക്കെ പറയാൻ? സ്വന്തം വർഗത്തിനോട് കൂറില്ലാത്ത കള്ള ഹിമാർ. മാറിക്കട വല്ലാലെ പോ. പാടാ. ഉമ്മ, അവരോട് അങ്ങോട്ട് പോണ്ടെന്ന് പറയുമ്മ. ഇല്ല, നീ ഒരുത്തി അതിനെല്ലാം കാരണം. ഇന്നത്തെ കൊണ്ട് ഓന്റെ എപ്പിസോഡ് അവസാനിപ്പിക്കണം. എന്താ എന്നോട്ട് ഈ കാണിച്ചത്? ഈ ഉമ്മയോട് നീ ഇങ്ങനെയാണോ മോളെ വാശി തീർക്കുന്നത്? എന്റെ പടശോനെ, ഈ സമയം കളയാതെ അവരെ ഇങ്ങോട്ട് വിളിക്കേ. എന്താ? എന്തു പറ്റി? എന്താ മോളെ ഇത്? ഞാനൊരു സൂത്രക്കാരിയല്ല വല്യമ്മ. ആരെയും കോമാളിയാക്കാനും അല്ല. എനിക്ക് അയാളെ ഇഷ്ടാണ്. അത്രയ്ക്ക് ഇഷ്ടാണ്. മരിച്ചു കാണിച്ചാലെങ്കിലും വിശ്വസിക്കുമല്ലോ. മോളെ, മോളെ.
നബീസു 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 എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണിന് വേണ്ടാത്തൊക്കെ ഉപദേശിച്ചു കൊടുത്ത് ഈ സ്ഥിതിയിലാക്കിയിട്ട് ഇപ്പൊ കാണാൻ വന്നിരിക്കുന്നു. കുഞ്ഞുമമ്മദേ, ബഹളം വേണ്ട. ആശുപത്രിയായത്. ഒന്ന് സ്നേഹിച്ചു പോയതിന് ഇത്രയ്ക്കേറെ ശിക്ഷിക്കണായിരുന്നു. ഇതിനൊക്കെ കാരണക്കാരൻ ഈയാണ്. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഒറ്റണത്തിന് ഞാൻ വെറുതെ വിടില്ല. കൊല്ലി ഞാൻ എല്ലാത്തിനെയും. കണ്ണ വേണ്ട, ഒന്നിച്ച് ജീവിക്കാനല്ലേ നിങ്ങളുടെ മതത്തിന്റെയൊക്കെ സമ്മതം വേണ്ടു. ഒന്നിച്ച് മരിക്കാൻ ആരുടെ സമ്മതം വേണ്ടല്ലോ. അറിയോ, പുഴയെ കിടന്ന് ജീവന് വേണ്ടി നിലവിളിച്ചപ്പോ ജാതി മതം നോക്കാതെ എന്റെ മോൻ അവളെ രക്ഷിച്ചത്. ഇപ്പൊ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് അവളെ ഈ അവസ്ഥയിലാക്കി. അവളുടെ ശരീരത്തിൽ അല്പമെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അതെന്റെ മോന് കൊടുത്തൂടെ? ദാനമായിട്ടെങ്കിലും. സ്നേഹിച്ചതിന്റെ പേരിൽ ഒന്നിനെ കുരുതി കൊടുത്തു വന്നവരാണ് ഈ അച്ഛനും അമ്മയും. ഇനി ഒന്നേ ഉള്ളൂ, അതിനെ കൂടെ കണ്ടില്ലേ പ്രമാണിമാര്, പള്ളിയും പടച്ചോനും വെച്ച് പുളിച്ചപ്പാട്ട് അടിക്കുന്ന ജാതികളാ. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുമക്കാന്റെ ആൾക്കാരെന്നെ. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. എല്ലാവർക്കും ഇരിക്കാം. എന്റെ ഉപ്പൂപ്പാന്റെ പ്രായണ്ട്. എന്നെ തല്ലു വിളിച്ച മാതിരി ഇവരും തല്ലു വിളിക്കാൻ കൂടെ കൊണ്ടെടുക്കാനാ. മുണ്ടാണ്ടിരിടാ, ഇത് നമ്മടെ കുടുംബ പ്രശ്നമാണ്. നമ്മൾ ചിലതൊക്കെ കേട്ട് അതൊന്ന് നേരിട്ട് അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ കേട്ടതൊക്കെ നേരാ. എന്റെ ജമാലങ്ങാനത് അറിഞ്ഞാ ഇവിടെ കൊല നടക്കും. ജയിലിൽ കിടക്കുന്നോണ്ട് ജമാലിക്ക് അറിയുന്ന പേടിക്കണ്ട. അപ്പോ ഇസ്ലാമിനെ ധിക്കരിച്ചുകൊണ്ട് തന്നെ ഓളുടെ നിക്കാഹ് നടത്തി കൊടുക്കാനുള്ള പുറപ്പാടിലാണ് അല്ലേ? ഈ തറവാട്ടിലെ ആകെയുള്ള സമ്പത്താ നബീസു. പക്ഷെ ഓള് മരണം കൊണ്ട് നമ്മളെയൊക്കെ വെല്ലുവിളിക്കുമ്പോ ഞാൻ എന്താ ചെയ്യുക? നിങ്ങള് പറ, ഞാൻ എന്താ വേണ്ടത്? മുസ്ലിയാരുടെ കുന്തം ചാച്ചും വെക്കാൻ ചരിച്ചും വെക്കാന്ന് പറഞ്ഞവരായല്ലോ എന്റെ ഇക്കാന്റെ സ്ഥിതി. മറ്റൊരുത്തിന്റെ ചുണ്ടിൽ ആനന്ദത്തിന്റെ പുഞ്ചിരി വിടർത്തുന്ന ഏതൊരു കർമ്മവും സൽപ്രവൃത്തിയാണെന്നാ പ്രവാചകനായ നബി പറഞ്ഞിരിക്കുന്നത്. അത് വേറൊരുത്തന്റെ തല പോണ കാര്യമാണെങ്കിലാ. അതുണ്ടല്ലോ കുഞ്ഞുമക്ക, ശരീരശാസ്ത്രപരമായി പറഞ്ഞാൽ നമ്മുടെ നാക്ക് ശരിയല്ലെങ്കിൽ പല്ല് പോവും, നമ്മുടെ നോക്കി ശരിയല്ലെങ്കിൽ മോന്തയുടെ ഷേപ്പ് മാറും, പ്രവൃത്തി ശരിയല്ലെങ്കിൽ ചിലപ്പോ തല തന്നെ പോയിരിക്കും. എന്നോട് മുണ്ടാണ്ടിരിക്കാനാണ് പറയണത്. ഈ ഒരു മുസൽമാനാണോടാ? അതിൽ തൊട്ട് കളിക്കരുതേ. പണം പലിശയ്ക്ക് കൊടുക്കുന്നത് ഇസ്ലാമിന് ചേർന്നതാണ്. മുസ്ലിം പ്രമാണിമാരെന്നെ പറ. അബ്കാരി കച്ചവടത്തിൽ ബിനാമി പണി ചെയ്യുന്നത് ഇസ്ലാമിന് ചേർന്നതാണ്. അച്ചാരം കിട്ടിയാൽ അമ്മായിനെ കെട്ടുന്നത് ഇസ്ലാമിന് ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുമക്ക, ഈ മുസൽമാനെ ഉറുക്കട്ട നോക്കണേട്ടാ. പ്രവാചകന് അള്ളായും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കിതാബിലും കാണും പലതും. അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. നിക്കാഹ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ല, സമുദായത്തിന്റെ കൂടി പ്രശ്നമാണ്. സമുദായത്തെ ധിക്കരിക്കുന്നത് ഹാജിയാരാണെങ്കിലും ശരി, നടപടി എടുക്കണമെന്നാണ് പള്ളി കമ്മിറ്റിയുടെ തീരുമാനം. ഇക്കയെ പോലെ തന്നെ ഇമ്മള് കൊണ്ട ഒരു അമ്മാവനാ. ഇക്കാര്യത്തിൽ സ്വന്തം ബന്ധമൊന്നും ഇമ്മള് നോക്കൂല. സമുദായത്തിന്റെ തീരുമാനമാണ് ഞമ്മടെയും തീരുമാനം. അല്ല പിന്നെ കുഞ്ഞമ്മത് പറഞ്ഞതാ എന്റെ ശരി.